സുഹൃത്തുക്കളെ, നമുക്ക് നമ്മുടെ ശീലങ്ങളിൽ മാറ്റം വരുത്താനാവുമോ? നമ്മളുടെ ശീലങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് നമുക്ക് ജീവിത വിജയം നേടാനാവുമോ? ഇതാണ് ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. ശീലങ്ങളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമുക്ക് എങ്ങനെ ജീവിത വിജയം നേടാനാവും എന്നതിനെ ആസ്പദമാക്കി രചിച്ച ഒരു പുസ്തകമാണ് ആറ്റോമിക് ഹാബിറ്റ്സ്. അമേരിക്കൻ ഓതറും പ്രഭാഷകനുമൊക്കെയായ ജെയിംസ് ക്ലിയറാണ് ഈ പുസ്തകം രചിച്ചത്. നമ്മുടെ ജീവിതത്തിൽ ചെറുതും നിരുപദ്രവങ്ങളുമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട്, നമ്മുടെ ശീലങ്ങളിൽ ചെറുതും നിരുപദ്രവങ്ങളുമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമുക്ക് എങ്ങനെ ജീവിത വിജയം നേടാം എന്നതാണ് ഈ പുസ്തകം ചർച്ച ചെയ്യുന്നത്. നല്ല ശീലങ്ങൾ നിർമ്മിക്കുന്നതിനും അതോടൊപ്പം തന്നെ ദുശ്ശീലങ്ങളെ ഒഴിവാക്കുന്നതിനും പര്യാപ്തമായ ഒരു പ്രായോഗിക ഗൈഡാണ് ആറ്റമിക് ഹാബിറ്റ്സ് എന്ന ഈ പുസ്തകം. ശീലം എന്നത് ഒരു ആറ്റം പോലെയാണ്. ഒരു സംയുക്തത്തിൻ്റെ ഏറ്റവും ചെറിയ ഘടകമാണ് ആറ്റം എന്ന് നമുക്കറിയുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നമ്മൾ നോക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തെ ഒരു സംയുക്തമായി നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ ശീലം എന്ന് പറയുന്നത് അതിലെ ഒരു ആറ്റമാണ്. അതുപോലെ വ്യത്യസ്തങ്ങളായ വിവിധങ്ങളായ ശീലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഒരു വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്നത്. നമ്മളുടെ ശീലങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ സ്വയം സൃഷ്ടിക്കുന്ന ചില സിസ്റ്റങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്നതാണ്. അതുകൊണ്ട് ഏതെങ്കിലും ശീലങ്ങൾ മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സിസ്റ്റങ്ങളെ തന്നെ മാറ്റിയെടുക്കേണ്ടതുണ്ട്, മാറ്റേണ്ടതുണ്ട് എന്ന് ചുരുക്കം. നമ്മുടെ ശീലങ്ങൾ നമ്മുടെ ജീവിതത്തെ മാറ്റുന്നവയാണ് എങ്കിൽ നമുക്ക് ആ ശീലങ്ങളെ മാറ്റാനും കഴിയും. ശീലങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നു, എങ്ങനെ മാറുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട പഠനമാണ് ദി സയൻസ് ഓഫ് ഹാബിറ്റ്സ് എന്ന് പറയുന്നത്, അഥവാ ശീലങ്ങളുടെ ശാസ്ത്രം എന്ന് പറയുന്നത്. ഒരു ശീലം 4 ഘട്ടങ്ങളിലായിട്ടാണ് വളർന്നു വരുന്നത്. അവയെ നമുക്ക് ഇങ്ങനെ തിരിക്കാം. അതിൻ്റെ ഒന്നാമത്തെ ഘട്ടം, പ്രാഥമിക ഘട്ടം എന്ന് പറയുന്നത് ഒരു ക്യൂ ആണ്. അതായത് ഒരു സൂചന, ഒരു പ്രത്യേക സാഹചര്യം അല്ലെങ്കിൽ ഒരു സൂചന ഒരു ശീലം ആരംഭിക്കുന്നതിന് അടിത്തറയായി വർത്തിക്കുന്നു, അല്ലെങ്കിൽ ഒരു സന്ദേശമായിട്ട് വർത്തിക്കുന്നു. ഒരു ഉദാഹരണത്തിന്, നമ്മൾ ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ സോഫയിൽ ഇരിക്കുന്നത് ഒരു ശീലമായി നമുക്ക് മാറിയിട്ടുണ്ട് എങ്കിൽ ആ സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ ഓഫീസിലേക്ക് വരുന്നത് തന്നെ ആ ഒരു ശീലത്തിൻ്റെ ഒരു ക്യൂ ആണ് എന്ന് പറയാം, ഒരു സൂചനയാണ് എന്ന് പറയാം. അതായത് നമ്മൾ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നത് തന്നെ, ധൃതി പിടിച്ച് വരുന്നത് തന്നെ സോഫയിലിരുന്നൊന്ന് വിശ്രമിക്കുന്നതിന് വേണ്ടിയാണ്. സോഫയിലിരിക്കുന്ന വിശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ TV കാണുന്നതിന് വേണ്ടിയിട്ടാണ്, അതല്ലെങ്കിൽ ഒരു വീഡിയോ ഗെയിം കളിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അധിക വിദ്യാർത്ഥി ഓടിക്കെതച്ച് എത്തുന്നത് ഇങ്ങനെ ഒരു ലക്ഷ്യവും മുൻനിർത്തിക്കൊണ്ടായിരിക്കും. അതായത് അവർ വന്ന ഉടനെ ബാഗ് ഒരു ഭാഗത്തേക്കിട്ട് നേരെ സോഫയിൽ പോയി ഇരിക്കുന്നു, ഫോൺ എടുക്കുന്നു, വീഡിയോ ഗെയിമുകളിൽ ഏർപ്പെടുന്നു. അതല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് വരുന്നു, സോഫയിലിരിക്കുന്നു, റിമോട്ട് എടുക്കുന്നു, TV കാണുന്നു. അപ്പോൾ ഇവിടെ ഒരു ക്യൂ ആയി വർത്തിക്കുന്നത് ഓഫീസിൽ നിന്ന് വരിക എന്നുള്ളതാണ്. ഇതിൻ്റെ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ക്രാവിങ്. ക്രാവിങ് എന്ന് പറഞ്ഞാൽ ആഗ്രഹം, അതല്ലെങ്കിൽ കൊതി സൃഷ്ടിക്കപ്പെടുക. ക്യൂ കാരണമായി ഉണ്ടാകുന്ന മാനസികമായ ഒരു ത്വര അല്ലെങ്കിൽ ആഗ്രഹമാണ് ഈ പറഞ്ഞ ക്രാവിങ് എന്ന് പറയപ്പെടുന്നത്. അതായത് നമ്മൾ സ്കൂൾ വിട്ട് വന്നാൽ, അതല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് വന്നാൽ നേരെ സോഫയിലേക്ക് ഇരിക്കുവാനുള്ള ആഗ്രഹം അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്. ഒരു ശീലം രൂപീകരിക്കപ്പെടുന്നതിൻ്റെ രണ്ടാം ഘട്ടം. ഇതിൻ്റെ മൂന്നാമത്തെ ഘട്ടമാണ് റെസ്പോൺസ് അഥവാ പ്രതികരണം എന്ന് പറയുന്നത്. അതായത് ക്യൂവിനും ക്രാവിങ്ങിന് ശേഷം നമ്മൾ നടത്തുന്ന പ്രവർത്തനമാണ് ഈ പറയുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത്. അതായത് നമ്മളിൽ മേൽപ്പറഞ്ഞ പ്രകാരമുള്ള ഒരു ക്രാവിങ് ഉണ്ടായതിനു ശേഷം, ഒരു അതിയായ ആഗ്രഹം ഉണ്ടായതിനു ശേഷം ആ ആഗ്രഹം നമ്മൾ പ്രാവർത്തികമാക്കുന്നു,
സ്കൂളിൽ നിന്ന് അതല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് വന്ന ഉടനെ നമ്മൾ സോഫയിലേക്ക് ഇരിക്കുന്നു. അതാണ് വാസ്തവത്തിൽ അവിടെ ഈ പ്രാവർത്തികമാക്കൽ, റെസ്പോൺസ് എന്ന് പറയുന്നത്, പ്രതികരണം എന്ന് പറയുന്നത്. നാലാമത്തത് റിവാർഡാണ്. ഇപ്പറഞ്ഞ പ്രതിഫലനത്തിന് ശേഷം അതല്ലെങ്കിൽ റെസ്പോൺസിന് ശേഷം നമുക്കുണ്ടാകുന്ന മാനസികമായ സംതൃപ്തിയാണ് വാസ്തവത്തിൽ എന്തെന്ന് പറയുന്നത് ഈ പറഞ്ഞ റിവാർഡ് എന്നുള്ളത്. അത് മനുഷ്യനുണ്ടാകുന്ന സുഖകരമായ ഒരു അനുഭൂതി കൂടിയാണ്. ആ അനുഭൂതിയെ ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സോഫയിലിരുന്നതിന് ശേഷം റിമോട്ട് എടുത്ത് TV കാണുന്നു, അതല്ലെങ്കിൽ മൊബൈൽ എടുത്ത് വീഡിയോ ഗെയിം കാണുന്നു. ഇപ്പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ നിത്യേന എന്നോണം ആവർത്തിക്കുമ്പോൾ അത് നമ്മുടെ ഒരു ശീലമായിട്ട് മാറുകയും ചെയ്യുന്നു. ഈ 4 ഘട്ടങ്ങളിലൂടെയാണ് ഒരു ശീലം ഒരു മനുഷ്യനിൽ വളർന്നു വരുന്നത്. ശീലങ്ങൾ നമ്മൾ സൃഷ്ടിക്കുന്ന സിസ്റ്റങ്ങളുടെ ഫലമായി ഉണ്ടാകുന്നതാണ് എന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് ഈ സിസ്റ്റങ്ങൾ? അതൊന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. നമ്മുടെ ദൈനംദിന ജീവിതം തന്നെയാണ് ഈ പറഞ്ഞ സിസ്റ്റം എന്ന് പറയപ്പെടുന്നത്. ഈ സിസ്റ്റത്തിൽ നമ്മുടെ വീട്, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ സഹപാഠികൾ, അതല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ഭക്ഷണക്രമം, നമ്മുടെ വിനോദങ്ങൾ, വിശ്രമ ഉപാധികൾ, നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, മറ്റു വസ്തുവകകൾ, ഇതെല്ലാം ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. ഇവയെല്ലാം തന്നെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിലേതെങ്കിലും ഒരു മാറ്റം വരികയാണ് എങ്കിൽ, അതല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒന്നിനൊരു മാറ്റം വരുത്തുകയാണ് എങ്കിൽ ആ സിസ്റ്റം ഒന്നാകെ മാറ്റത്തിന് വിധേയമാകുന്നു. ഒന്ന് മറ്റൊന്നുമായി പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. ഈ സിസ്റ്റത്തിലുള്ള ഒന്ന് മറ്റുള്ളവയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇവയെല്ലാം പരസ്പര ബന്ധിതമാണ് എന്ന് പറയാം. അപ്പോൾ ഒന്നിലുണ്ടാകുന്ന മാറ്റം മറ്റുള്ളവയെയും ബാധിക്കുന്നു എന്ന് ചുരുക്കം. നിങ്ങൾ നിത്യേന രാവിലെ എണീക്കുമ്പോൾ ഫോൺ കയ്യിലെടുത്ത് അതിൽ നോക്കുന്ന ശീലമുള്ള ഒരാളാണ് എന്ന് കരുതുക. നിങ്ങൾ വാട്സപ്പ് നോക്കുന്നു, അതുപോലെ തന്നെ ഫേസ്ബുക്ക് നോക്കുന്നു, ഇൻസ്റ്റഗ്രാം നോക്കുന്നു, റീൽസ് കാണുന്നു, വീഡിയോസ് കാണുന്നു. ഇങ്ങനെ ശീലമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് കരുതുക. ഒരു പക്ഷേ ആ ഒരു കാരണം കൊണ്ട് തന്നെ ആ ഒരു ദിവസം മുഴുവൻ നിങ്ങൾക്ക് ഫോണിൽ കുത്തിയിരിക്കുവാൻ വേണ്ടിയിട്ട് തോന്നുകയും അത് ആ ഒരു ദിവസം തന്നെ നിങ്ങൾ ഫോണുമായി ബന്ധപ്പെട്ടുള്ള ആക്ടിവിറ്റീസിൽ ഏർപ്പെടുകയും ചെയ്തേക്കാം, നിങ്ങൾക്ക് ഒഴിവ് ദിവസമാണ് എങ്കിൽ. അതുപോലെ തന്നെ നിങ്ങളുടെ മാതാവ് നിത്യേന പോഷക പ്രാധാന്യമുള്ള ഭക്ഷണങ്ങളാണ് നിങ്ങൾക്ക് പാകം ചെയ്ത് തരുന്നത് എന്ന് കരുതുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ആ പോഷണ മൂല്യത്തെക്കുറിച്ചുള്ള ബോധം നിങ്ങളിൽ ഉണ്ടാവുകയും നിങ്ങൾ പുറത്ത് പോകുമ്പോഴും അത്തരത്തിലുള്ള ഭക്ഷണം കഴിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു. അത് നിങ്ങളുടെ ഒരു ശീലമായി മാറുന്നു. പോഷക പ്രാധാന്യമുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു ശീലമായി മാറുന്നു. ഇത്തരത്തിലുള്ള സിസ്റ്റങ്ങളെ നാം തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ഈ സിസ്റ്റങ്ങൾ നമ്മുടെ ശീലങ്ങളെ സ്വാധീനിക്കുന്നു. ഒരു പ്രാവശ്യം ചെയ്ത കാര്യം കൂടുതൽ തവണ ആവർത്തിക്കുമ്പോൾ അത് നമ്മളുടെ ഒരു ശീലമായി മാറുകയും ചെയ്യുന്നു. എന്ന് മാത്രമല്ല, ഇത്തരത്തിലുള്ള ശീലങ്ങൾ മാറ്റണമെങ്കിൽ അടിസ്ഥാനപരമായി ഈ ഒരു സിസ്റ്റത്തിലും മാറ്റം വരുത്തേണ്ടതുണ്ട്. അപ്പോൾ മാറ്റങ്ങൾ സംഭവിക്കണമെങ്കിൽ, നമ്മുടെ ശീലങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കണമെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റങ്ങൾ അനിവാര്യമാണ്. അമിതമായി ഫോൺ ഉപയോഗിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ അതിൽ നിന്നൊരു മോചനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നാം എന്ത് ചെയ്യണം? രാവിലെ തന്നെ അത് എടുക്കുന്ന ആ ഒരു രീതി മാറ്റണം, ആ ഒരു സിസ്റ്റത്തിൽ ചേഞ്ച് വരുത്തണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ സ്ഥാനത്ത് ഒരു പുസ്തകമാണ് ഇരിക്കുന്നതെങ്കിൽ അത് എടുത്തുകൊണ്ട് വായിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ശീലങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നു. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ആ ഒരു സിസ്റ്റത്തിൽ മാറ്റം വരുത്തുവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് പുതിയ ശീലങ്ങളെ നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ പകർത്താൻ കഴിയുള്ളൂ. പഴയ ശീലങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്ന പ്രവൃത്തി ഏതെങ്കിലും എക്സർസൈസുകളിൽ ഏർപ്പെടുക എന്നുള്ള ആ ഒരു ഗുണപരമായ കാര്യത്തിലേക്ക് നമ്മൾ നീങ്ങുക.
ആദ്യം അതൊരു ബുദ്ധിമുട്ടായി തോന്നും. പക്ഷേ അത് നമ്മൾ ആവർത്തിച്ച് ചെയ്യുമ്പോൾ, നിത്യേന നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറ്റുമ്പോൾ അത് നമ്മളുടെ ഒരു ശീലമായി മാറുകയും ഈ ഫോണിനോടുള്ള അഡിക്ഷൻ മാറിക്കിട്ടുകയും ചെയ്യും. നമ്മുടെ മനസ്സ് നാം ശീലമാക്കിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കും നമുക്ക് പ്രേരണ നൽകുക. അതല്ലെങ്കിൽ അത് ചെയ്യുവാനായിരിക്കും നമ്മുടെ മനസ്സിന് ഇഷ്ടം. മാത്രമല്ല, പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് പ്രതിരോധം തീർക്കുവാൻ വേണ്ടിയിട്ട് നമ്മളുടെ മനസ്സ് ശ്രമിക്കുകയും ചെയ്യും. മനസ്സ് മാത്രമല്ല, ശരീരവും അങ്ങനെ തന്നെയാണ്. നമ്മൾ ദൈനംദിനം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ ആയിരിക്കും നമ്മുടെ ശരീരവും ഇഷ്ടപ്പെടുക. ഉദാഹരണത്തിന്, ദിവസവും ഒരു നിശ്ചിത സമയത്ത് കിടന്നുറങ്ങുന്നത്, അതുപോലെ തന്നെ ഉണരുന്നത്, ഭക്ഷണം കഴിക്കുന്നത് എന്നിങ്ങനെയുള്ള ഈ ശീലങ്ങളെ മാറ്റിയെടുക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ശരീരവും മനസ്സും എപ്പോഴും നിലവിൽ എങ്ങനെയായിരുന്നോ, അതല്ലെങ്കിൽ തുടർന്ന് വന്നിരുന്ന കാര്യങ്ങൾ എങ്ങനെയായിരുന്നോ ആ രീതിയിൽ തന്നെ ചെയ്യുവാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ മനസ്സും ശരീരവും നമ്മോട് ആവശ്യപ്പെടുക. എന്നാൽ ശീലങ്ങൾ മാറ്റിയെടുക്കുന്നത് അസാധ്യമായ ഒരു കാര്യമല്ല, സമയമെടുക്കും എന്ന് മാത്രം. വലിയ കാര്യങ്ങൾ ഒറ്റയടിക്ക് മാറ്റുന്നതിന് പകരം ആ വലിയ കാര്യത്തെ നമ്മൾ ചെറിയ പാർട്ടുകളാക്കി മാറ്റി ചെറിയ മാറ്റങ്ങൾ വരുത്തുവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. ശീലങ്ങൾ ഉടലെടുക്കുന്നത് സമയമെടുക്കുന്ന ഒരു പ്രക്രിയ ആയതുകൊണ്ട് തന്നെ ക്ഷമയും നിശ്ചയദാർഢ്യവും വളരെ അനിവാര്യമായ ഒന്നുകൂടിയാണ്. ക്ഷമയും നിശ്ചയദാർഢ്യവും ഉള്ളവർക്ക് മാത്രമാണ് അവനവൻ്റെ ശീലങ്ങളെ മാറ്റുവാൻ കഴിയുന്നതും പുതിയ ശീലങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ കഴിയുകയും ചെയ്യുള്ളൂ. ക്ഷമയും നിശ്ചയദാർഢ്യവും മാത്രം പോരാ, നമ്മുടെ ചുറ്റുപാടുകളെ കൂടി, അതായത് നമ്മുടെ സാഹചര്യങ്ങളെ കൂടി മാറ്റം വരുത്തുവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. നമ്മുടെ പരിസ്ഥിതിയിൽ മാറ്റം വരുത്തുമ്പോൾ മാത്രമാണ് നമുക്ക് ശരിയായ രൂപത്തിൽ പുതിയ ശീലങ്ങൾ സൃഷ്ടിക്കുവാനോ ഉള്ള ശീലങ്ങളെ കളയുവാനോ കഴിയുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾ രാത്രിയിൽ ഏറെ നേരം നിങ്ങളോട് ഒത്തിരുന്ന് വർത്തമാനം പറയുന്ന ആളുകളാണ് എങ്കിൽ വളരെ പെട്ടെന്ന് അവരിൽ നിന്ന് അകന്ന് നിൽക്കുക എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ശ്രമകരമായ ഒരു കാര്യമായിരിക്കും. അപ്പോൾ സുഹൃത്തുക്കളോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അവരെ കൂടി അതിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് നിങ്ങളുടെ പരിസ്ഥിതിയിൽ ചേഞ്ച് വരുത്തിക്കൊണ്ട്, നിങ്ങളുടെ സാഹചര്യങ്ങളിൽ ചേഞ്ച് വരുത്തിക്കൊണ്ട് നമ്മുടെ ശീലങ്ങളെ മാറ്റിയെടുക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ കൂടി ചെയ്യുമ്പോൾ മാത്രമാണ്, നമ്മുടെ പരിസ്ഥിതിയെ, സാഹചര്യങ്ങളെ കൂടി മാറ്റുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മളുടെ പുതിയ ശീലങ്ങൾക്ക് തുടക്കം കുറിക്കാനാവുകയുള്ളൂ. അതല്ലെങ്കിൽ പഴയ ദുശ്ശീലങ്ങളിൽ നിന്ന് മോചനം നേടുവാനും കഴിയുള്ളൂ. നമ്മൾ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ ചെറിയ ശീലങ്ങളുടെ മാറ്റങ്ങൾ കാരണമായിട്ട് നമുക്ക് ജീവിത വിജയം നേടാൻ കഴിയുമെന്ന്. വിജയം എന്നത് ഒരു ലക്ഷ്യം എന്നതിലുപരി ഒരു യാത്രയാണ്. അതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് നേടുന്ന ഒരു പ്രക്രിയയല്ല വിജയം എന്ന് പറയുന്നത്. ജീവിത യാത്രക്കിടയിൽ സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ് വാസ്തവത്തിൽ സക്സസ് അഥവാ വിജയം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ തുടർച്ചയായ പ്രക്രിയകളിലൂടെയാണ് നമ്മൾ വിജയം നേടേണ്ടത് എന്ന് ചുരുക്കം. പരാജയപ്പെടുക എന്ന് പറയുന്നത് ഒരു തെറ്റായ കാര്യമല്ല, മറിച്ച് പുതിയ കാര്യങ്ങൾ പഠിക്കുവാനുള്ള ഒരു അവസരമായിട്ട് നമ്മൾ പരാജയത്തെ കാണേണ്ടതുണ്ട്. ഇതിനിടയിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്താണ് എന്ന് വെച്ചാൽ, ഒരാളെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധ്യമല്ല എന്നുള്ള കാര്യം. അതുപോലെ തന്നെ ഒരാളെ കൊണ്ട് എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കാനും കഴിയില്ല. ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് വിജയത്തിലേക്കുള്ള റൂട്ട് ഏത് എന്ന് നിശ്ചയിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നമുക്ക് കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതെല്ലാമെന്ന് തിരിച്ചറിയുക. നമുക്ക് ഏത് മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് എളുപ്പം എന്നും നമ്മൾ മനസ്സിലാക്കുക. ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴാണ് നമുക്ക് ഒരു വിജയം നേടാനാകുക. അതായത് നമ്മളുടെ ജീവിതത്തിലുള്ള ശീലങ്ങൾ മാറ്റാനാകുക, അതുവഴി നമുക്ക് വിജയം നേടാനാകുകയും ചെയ്യുക. ശീലങ്ങളുമായി ബന്ധപ്പെട്ട് നാം അറിഞ്ഞിരിക്കേണ്ട 4 നിയമങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അതിൽ ഒന്നാമത്തത് ആകർഷകമാക്കുക, അട്രാക്റ്റീവ് ആക്കുക എന്നുള്ളതാണ്. അതായത്
നമ്മൾ മാറ്റാൻ ഉദ്ദേശിക്കുന്ന ആ ശീലം അല്ലെങ്കിൽ സ്വായത്തമാക്കാൻ ഉദ്ദേശിക്കുന്ന ആ ശീലം നമ്മൾ പ്രായോഗികമാക്കുമ്പോൾ അത് വളരെ ആകർഷണീയമായി മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എളുപ്പമായിരിക്കുകയും ചെയ്യുക. ഒരു ഉദാഹരണത്തിന് നമുക്ക് നിത്യേന രാവിലെ എക്സർസൈസ് ചെയ്യണമെന്ന് താല്പര്യമുണ്ട് എന്ന് കരുതുക. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു, അതിനു വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുന്നു. ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ 1 മണിക്കൂർ നേരം നിന്നിട്ട് എക്സർസൈസ് ചെയ്യാൻ തുനിയുന്നു എന്ന് കരുതുക. എന്ത് സംഭവിക്കും? നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ഒരു എളുപ്പമായ കാര്യം ആയിരിക്കില്ല. ഒരു ആവേശത്തിൻ്റെ പുറത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? 1 മണിക്കൂർ നേരം നമ്മൾ നിരന്തരമായിട്ട് എക്സർസൈസ് ചെയ്യുന്നു. അതിൻ ഫലമായിട്ട് എന്ത് സംഭവിക്കും? അന്ന് രാത്രി നമുക്ക് കിടന്നുറങ്ങാൻ പോലും പറ്റിയെന്ന് വരില്ല. കാരണം എന്താണ്? നമ്മുടെ ശരീരം മുഴുവൻ വേദനിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോഴും അതിനേക്കാൾ വേദന അനുഭവപ്പെടുന്നു. അങ്ങനെ വരുമ്പോൾ പിറ്റേന്ന് അത് തുടരുവാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സ് അനുവദിക്കുകയില്ല. അപ്പോൾ അവിടെ ആ ഒരു പ്രക്രിയ ബ്രേക്കായി പോകുന്നു. അതൊരു ശീലമായിട്ട് മാറാനുള്ള സാധ്യത അവിടെ തന്നെ മുറിഞ്ഞു പോകുന്നു. അതുകൊണ്ട് ഇതിനെ നമ്മൾ എളുപ്പമാക്കുകയും അതുപോലെ തന്നെ ആകർഷകമാക്കുകയും ചെയ്യുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എളുപ്പമാക്കാൻ എന്ത് ചെയ്യണം? ആദ്യത്തെ ദിവസം ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ മാത്രം നമ്മൾ എക്സർസൈസ് ചെയ്യുക. അത് കുറച്ച് കാലം അതേപടി തുടരുക. ഈ പറഞ്ഞ 5-10 മിനിറ്റായിട്ട് കുറച്ച് നാൾ, ഒരു ആഴ്ചത്തേക്കോ അതല്ലെങ്കിൽ 2 ആഴ്ചത്തേക്കോ ഇതേപോലെ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് എക്സർസൈസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ടൈം കുറച്ചുകൂടി കൂട്ടുക. 10 എന്നുള്ളതൊരു 15 മിനിറ്റ് നേരത്തേക്കാകുക. അങ്ങനെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നമുക്ക് സംതൃപ്തിയോടെ ചെയ്യുവാൻ വേണ്ടിയിട്ട്, വലിയ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യുവാൻ വേണ്ടിയിട്ട്, ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് അതിനൊരു തുടർച്ച ലഭിക്കുകയുള്ളൂ. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തുടർച്ചയായി ചെയ്യുമ്പോഴാണല്ലോ, അല്ലെങ്കിൽ ദൈനംദിനം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ അതൊരു ശീലമായിട്ട് വരിക. മൂന്നാമത്തേത് ആവർത്തനം, കണ്ടിന്യൂവേഷൻ, തുടർച്ച. നമ്മൾ തുടങ്ങി വെച്ച കാര്യങ്ങളെ ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലും കാരണം പറഞ്ഞ് നമ്മൾ സ്വയം പിന്മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിന് നേരത്തെ പറഞ്ഞ ആ നിശ്ചയദാർഢ്യം നമ്മിലുണ്ടായിരിക്കണം. നാലാമതായിട്ട് നമ്മൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ തൃപ്തികരമായിരിക്കുക, അതല്ലെങ്കിൽ നമുക്കതിലൂടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കുക. തൃപ്തിയില്ലാതെ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് ഒരു തുടർച്ച ലഭിക്കില്ല. ഇടയ്ക്ക് വെച്ചിട്ട് അത് മുറിഞ്ഞു പോകുന്നു, ഇല്ലാതാവുന്നു. അതൊരു ശീലമായി മാറ്റുവാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയില്ല. ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം ഒരു പുതിയ ശീലം നമ്മിൽ സൃഷ്ടിക്കുവാനോ അതല്ലെങ്കിൽ നമ്മിലുള്ള ഒരു ദുശ്ശീലത്തെ ഒഴിവാക്കുവാനോ ചെയ്യാൻ. നമുക്ക് ഈ പറഞ്ഞ ആറ്റമിക് ഹാബിറ്റ്സ് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രായോഗികമാക്കാം എന്നുള്ള കാര്യം കൂടി നോക്കാം. ഒന്നാമതായിട്ട് നമ്മൾ ഏത് ശീലമാണ് മാറ്റാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നിശ്ചയിക്കുക. രണ്ടാമതായിട്ട് അതിന് പകരം വെക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ ശീലം എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് നമുക്കൊരു ധാരണയുണ്ടാകുക. മൂന്നാമതായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ പ്രായോഗികവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കാര്യങ്ങളെ എളുപ്പമാക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ എളുപ്പമാകണമെങ്കിൽ നമ്മളുടെ പരിസ്ഥിതിയിൽ മാറ്റമുണ്ടാവണം, നമ്മളുടെ ചുറ്റുപാടുകളിൽ മാറ്റമുണ്ടാവും, നമ്മളുടെ സൗഹൃദങ്ങളിലും ഒരുപക്ഷെ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. സുഹൃത്തുക്കളുമായിട്ട് അതുവരെ ഉണ്ടായിരുന്ന ബന്ധങ്ങളിൽ ചില വ്യത്യാസങ്ങൾ, പരസ്പരം അറിഞ്ഞുകൊണ്ടുള്ള ചില വ്യത്യാസങ്ങൾ വരുത്തേണ്ടി വരും. അത് ചെയ്യുക. അതായത് പരിസ്ഥിതിയെ ഈ പറയുന്ന ശീലം മാറ്റത്തിന് അനുകൂലമായ രൂപത്തിൽ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. ഇങ്ങനെ നമ്മൾ തുടർന്ന് വരാൻ ഉദ്ദേശിക്കുന്ന ആ കാര്യങ്ങളെ ആവർത്തിക്കുക, നിത്യേന ചെയ്യുക. അത് നമ്മളുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക. ഇതാണ് നാലാമത്തെ കാര്യം. അതോടൊപ്പം തന്നെ ഇപ്പറഞ്ഞ രൂപത്തിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തുമ്പോൾ ആ വരുത്തുന്ന കാര്യങ്ങളിൽ നമുക്ക് സംതൃപ്തി ഉണ്ടാകുക, സാറ്റിസ്ഫാക്ഷൻ. അതാണ് വാസ്തവത്തിൽ അഞ്ചാമത്തെ കാര്യം. ഈ 5 കാര്യങ്ങൾ നമ്മൾ പ്രായോഗികമാക്കുമ്പോൾ മാത്രമാണ് നമ്മളിൽ ഒരു പുതിയ ശീലം ഉടലെടുക്കുകയോ ഒരു പഴയ ദുശ്ശീലത്തെ നമുക്ക് മാറ്റിമറിക്കുവാൻ വേണ്ടിയിട്ട് കഴിയുകയോ ചെയ്യുക.